മണ്ഡലമാണ് ആലത്തൂർ. അവിടെ രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ 1,60,000 വോട്ടുകൾക്ക് ജയിച്ച പശ്ചാത്തലമുണ്ട്. ഇത്തവണ പെട്ടെന്ന് മടങ്ങി വരാം. എന്തായാലും 17-2-1 അതിന് ഒപ്പിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രം പവർ ബ്രേക്ക്. അതിനുശേഷം മടങ്ങി എത്തുമ്പോൾ ഇതേ രീതിയാണോ എന്ന് നോക്കാം. 10 സെക്കൻഡ് മാത്രം. അതായത് ഏറ്റവും കൂടുതൽ തപാൽ വോട്ടുകൾ ലഭിച്ച ശശി തരൂർ 3 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ അല്ലെങ്കിൽ 2 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ 3 വോട്ടുകൾക്ക് മുന്നിൽ ആണ് എന്ന ഡേറ്റ അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് എളുപ്പത്തിൽ 12,000 ആയിട്ട് കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ 12,231 വോട്ടുകളുടെ ലീഡ്. അങ്ങനെ കാസർഗോഡും UDFന്റെ പക്ഷത്തേക്ക് വരികയാണ്. ഇനി ആറ്റിങ്ങലും ആലത്തൂരും മാത്രമേ LDFന് പ്രതീക്ഷയുള്ളൂ. ഒപ്പം മാവേലിക്കരയും മാത്രം. ഇപ്പോഴും കാസർഗോഡ് ഇത് UDF 40,000-ഓളം കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 39,330 ആയി കഴിഞ്ഞു. സേഫാണ്. പക്ഷേ ഇവിടെ UDF തരംഗമാണെന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഇത്രയും വോട്ടുകൾ കഴിഞ്ഞ തവണ ഈ ശ്രദ്ധിച്ചാലറിയാം. ഇടുക്കി അതിൽ പ്രധാനമാണ്, കൊല്ലം പ്രധാനമാണ്, എറണാകുളം പ്രധാനമാണ്. സ്ട്രോങ് ഹോൾഡ്സിൽ അതിശക്തമായ മുന്നേറ്റം വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു? അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. മാവേലിക്കരയിൽ UDF ലീഡ് ചെയ്യുന്നു. രഞ്ജിത്തെ 307 ദേശീയതലത്തിൽ NDA സഖ്യം കുതിച്ചെത്തുന്നു. 307 മാവേലിക്കരയിൽ UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ ആറ്റിങ്ങലുണ്ടോ? പരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഇടതുമുന്നണിക്ക് ആറ്റിങ്ങലിലുള്ളത്. തുരുത്തായി മറ്റൊന്ന് നിൽക്കുന്നത് ആലത്തൂരാണ്. ആലത്തൂരും ആറ്റിങ്ങലും മാത്രമായി കാസർഗോഡ് നമുക്ക് പട്ടികയിൽ നിന്ന് മാറ്റാം. അത് ഉണ്ണിത്താന്റെ പക്ഷത്തേക്ക് പോയി UDFലായി. ഇനിയിപ്പോൾ ആലത്തൂരും പാലക്കാടും പോയി. ആലത്തൂര്, ആറ്റിങ്ങൽ, മാവേലിക്കര ഈ 3 മണ്ഡലം. മാവേലിക്കര പക്ഷെ ചെറിയ രീതിയിൽ ചെറിയ പ്രതീക്ഷ LDFനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കിയുള്ളിടത്തെല്ലാം പോയി. പക്ഷേ തൃശ്ശൂരിൽ UDF ചിത്രം മാറി. പ്രകാശ് മുന്നിൽ വരുന്നു. 2,000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നു. സുരേഷ് ഗോപി അങ്ങനെ തൃശ്ശൂരിൽ ആലത്തൂരിൽ ലീഡ് കൂടുന്നു. ആലത്തൂർ മാത്രമായിരിക്കും LDFന് ഇത്തവണ കിട്ടാൻ പോകുന്നത്. ഒരു സീറ്റ് LDFന് കിട്ടുകയാണെങ്കിൽ അത് ആലത്തൂരായിരിക്കും അല്ലേ? ആലത്തൂരിലാണ്. ഇടതുമുന്നണിയുടെ കോട്ടയാണ് ആലത്തൂർ. അവിടെ നഷ്ടപ്പെട്ട കോട്ട തിരിച്ചു തിരുവനന്തപുരത്ത് തരൂരിന്റെ ലീഡ് കുറയുന്നു. 572 വോട്ടുകളായി തരൂരിന്റെ ലീഡ് കുറഞ്ഞു. ശ്രദ്ധിക്കുക, തിരുവനന്തപുരം ശക്തമായ മത്സരം. 500ലേക്ക് തരൂരിന്റെ ലീഡ് കുറയുന്നു. 2ാം സ്ഥാനത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖരല്ലേ? BJP രാജീവ് ചന്ദ്രശേഖരാണ്. ശക്തമായ മത്സരം ഈ 3ാം റൗണ്ടിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. BJP പ്രതീക്ഷ തിരുവനന്തപുരത്ത്. അല്ല, ഈ സമയം തരൂരിന് ഇത്രയും ലീഡ് കിട്ടിയാലും അവസാന സമയം. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. LDFന്റെ വോട്ടുകൾ LDFന്റെ പെട്ടിയിൽ വീണിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇല്ലേ? ഇപ്പോൾ വോട്ടിടുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല കാര്യങ്ങൾ. കഴിഞ്ഞ തവണ തരൂരിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമായിരുന്നു. അപ്പോൾ അവിടെ LDFന്റെ വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്നു 96,839 സീറ്റ് സുരേഷ് ഗോപിക്ക്. അതായത് 1,00,000-അടുത്തേക്ക് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 18,000-ത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 18,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. കോട്ടയത്തും UDF ലീഡ് ഉയർത്തി. 10,156 വോട്ടായി ഫ്രാൻസിസ് ജോർജിനെ
രാജീവിന്റെ ദേശീയ തലത്തിൽ BJP-ക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ ലീഡ് ഇപ്പോഴില്ല. ഒറ്റയ്ക്ക് 248 സീറ്റുകളിലെ ലീഡുള്ളൂ. ബാക്കി സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് 303. BJP-ക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കാണുന്നില്ല. 248 മാത്രമാണ് ഇപ്പോൾ. 249 ടൈറ്റ് മത്സരം. കോൺഗ്രസ് 10, BJP 16, JDS 2. കർണാടകത്തിൽ ടൈറ്റ് മത്സരത്തിലേക്ക് ആലത്തൂർ മാത്രമാണ് LDF-ന് 18 സീറ്റുകളിൽ, UDF 1 സീറ്റിൽ BJP എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴയായിരുന്നുവെങ്കിൽ ഇത്തവണ ആലത്തൂർ LDF-നെ സഹായിക്കുകയാണ്. ഒറ്റ സീറ്റിൽ മാത്രം ലീഡ്. കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പിച്ച കുറെ അധികം. ഇടുക്കിയിൽ 31,000 കടന്നു, വയനാട്ടിൽ 30,000 കടന്നു, മലപ്പുറത്ത് 42,000 കടന്നു, കൊല്ലത്ത് 10,000 കടന്നു, ആലപ്പുഴയിൽ 11,000 കടന്നു, പാലക്കാട്ട് 13,000 കടന്നു, പൊന്നാനിയിൽ 22,000 കടന്നു, 50,000 കടന്നിരിക്കുന്നു. ലീഡ് 50,000. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞു വീശുകയാണ്. സംസ്ഥാനത്ത് UDF തരംഗമാണ്. ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ LDF ലീഡുള്ളത്. എല്ലാ സീറ്റുകളിലും 30,000-ന് മുകളിലെങ്കിലും ലീഡ് ഉയർത്തിയാണ് ഇപ്പോൾ UDF പ്രധാനപ്പെട്ട എല്ലാ സീറ്റുകളിലും തങ്ങളുടെ കോട്ടകൾ കാക്കുന്നു. ഒപ്പം LDF-ന്റെ പരമ്പരാഗത സീറ്റുകളിലും വലിയ ലീഡ് ഉയർത്തുന്നു. എറണാകുളത്തൊക്കെ 50,000 കടന്നുള്ള ലീഡ് നിലയാണ്. മലപ്പുറത്ത് 2 മണ്ഡലങ്ങളിലും പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ ലീഡാണ്. 1,00,000-അപ്പുറം പോയാലും അത്ഭുതപ്പെടാനില്ല. പാലക്കാട്ട് 13,000 കടന്നിരിക്കുന്നു, കാസർഗോഡ് 12,000 കടന്നിരിക്കുന്നു, കണ്ണൂരിൽ 9,000 കടന്നിരിക്കുന്നു, പത്തനംതിട്ടയിൽ 10,000 കടന്നിരിക്കുന്നു. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ശക്തമായ ലീഡിലാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ ഉള്ളത്. തൃശൂരിൽ സുരേഷ് ഗോപി 12,000 കടന്നിരിക്കുന്നു, ആറ്റിങ്ങൽ 2,127, മാവേലിക്കരയിൽ ദൃശ്യം KPCC ഓഫീസിൽ നിന്നുള്ള ദൃശ്യമാണ്. UDF ക്യാമ്പിന് ഇത് കേരളത്തിൽ ആഘോഷ ദിവസമാണ്. സ്വാഭാവികമായും അത്തരം കാഴ്ചകൾ ഉണ്ടാവാം. എല്ലാവരും ഇരുന്ന് തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കാണുകയാണ്. ദേശീയ തലത്തിലും കോൺഗ്രസിന് ആശ്വസിക്കാവുന്നതാണ്. കോൺഗ്രസ് 100 സീറ്റിലേക്ക് കടക്കുന്നു. 99 സീറ്റുകൾ. ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ആശ്വാസം, കോൺഗ്രസിന് തിരിച്ചുവരവ്, കോൺഗ്രസിന്റെ പുനരുജ്ജീവനം. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിൽ. അങ്ങനെ BJP-യുടെ സീറ്റെണ്ണം സംസ്ഥാനത്ത് 2ആയി ഉയരുകയാണ്. ലീഡ് നിലയിലെങ്കിലും സുരേഷ് ഗോപിയുടെ 12,000 കടന്നെങ്കിൽ 2 സീറ്റുകളിൽ BJP മുന്നിൽ, 17 സീറ്റുകളിൽ UDF മുന്നിൽ, 1 സീറ്റിൽ LDF മുന്നിൽ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഫൈറ്റ് ടൈറ്റായി കൊണ്ടിരിക്കുകയാണ്. അവിടെ LDF-ഉം വോട്ട് പിടിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇങ്ങനൊരു ടൈറ്റ് ഫൈറ്റിന് കാരണം. ഏകപക്ഷീയമായി തരൂരിന് മുന്നേറാൻ കഴിയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ